അസ്ട്രോളജി ടാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ 22 മുതൽ കുറച്ച് നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത്. ആ നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിൽ ആദ്യത്തെ 3 നക്ഷത്രമായ അശ്വതി, ഭരണി, കാർത്തിക. ഇവരെ സംബന്ധിച്ച് ജൂൺ ആദ്യ മാസം തന്നെ ഇവർക്ക് മാറ്റം വരാൻ തുടങ്ങും. പുതിയ വീട് സ്വന്തമാക്കാൻ ശ്രമം തുടങ്ങും. ചിലർക്ക് വാഹനം വാങ്ങാനുള്ള യോഗവുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ കഴിയും. സാമ്പത്തികമായി പുരോഗതിയുണ്ടാകും. പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിക്കാനുള്ള യോഗവുമുണ്ട്. ഇനി അടുത്ത 2 നക്ഷത്രമാണ് മകീരം, തിരുവാതിര. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇതുവരെയുണ്ടായ സാമ്പത്തിക പ്രയാസങ്ങൾ മാറി ജീവിതത്തിൽ നല്ല ഉയർച്ചയുണ്ടാകുന്ന സമയമാണിത്. ഇവർക്ക് ദൈവാധീനമുള്ള സമയമാണിത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനുള്ള അവസരവും ഉണ്ടാകും. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലമാറ്റം ലഭിക്കാനും സാധ്യതയുണ്ട്. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിക്കുന്ന സമയമാണിത്. ഈ നക്ഷത്രക്കാരുടെ മക്കൾക്ക് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണിത്. ഇനി അടുത്ത 3 നക്ഷത്രം മകം, പൂരം, ഉത്രം. ഈ 3 നക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാതെ അധിക ചെലവുകൾ വരും. ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. തീർത്ഥയാത്രകൾ നടത്താനുള്ള സാധ്യതയുമുണ്ട്. പുതിയ വീട്ടിലേക്ക് താമസം മാറാനുള്ള സാധ്യതയുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. ഇനി അടുത്ത 3 നക്ഷത്രം ഉത്രം, അത്തം, ചിത്തിര. ഈ 3 നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദീർഘകാലമായി കാത്തിരുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റിയ സമയമാണിത്. ഇവർക്ക് പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള സാധ്യതയുമുണ്ട്. കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. സ്ഥാനക്കയറ്റം നേടാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ലാഭകരമാകും. പുതിയ വാഹനം വാങ്ങാനുള്ള യോഗവും കാണുന്നു. ഇനി അടുത്ത 2 നക്ഷത്രമാണ് ചോതി, വിശാഖം. ഈ 2 നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. പ്രതീക്ഷിക്കാത്ത രീതിയിൽ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയും. പ്രാർത്ഥനകളും വഴിപാടും മുടങ്ങാതെ ചെയ്യുക. ഇനി അടുത്ത 2 നക്ഷത്രമാണ് അനിഴവും, തൃക്കേട്ടയും. ഈ 2 നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഭാഗ്യ അനുകൂലമായി മാറുന്ന സമയമാണിത്. സാമ്പത്തിക പുരോഗതി നേടാനും ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിന് യോഗമുണ്ട്. തീർത്ഥയാത്രകൾ ചെയ്യാനുള്ള യോഗവുമുണ്ട്. ഇനി അടുത്ത 3 നക്ഷത്രമാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരെ കുറേ നാളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. സാമ്പത്തിക ബാധ്യതകൾ ഒഴിഞ്ഞു പോകും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും. കുടുംബജീവിതം സന്തോഷകരമായി മാറും. സന്താനങ്ങൾ മൂലം സന്തോഷിക്കാനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും. ഇനി അടുത്ത 2 നക്ഷത്രമാണ് പൂരുരുട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ ചുമതലകളോ ഉത്തരവാദിത്തങ്ങളോ ഒക്കെ ഏറ്റെടുക്കാൻ അവസരം വന്നു ചേരും. സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയവുമാണിത്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗവുമുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാനുള്ള അവസരവും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.